5 കുരുന്നുകൾക്ക് പുതുജീവനേകി 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം മടങ്ങുന്നു. ആലിന്റെ വൃക്കകളും കരളും മറ്റ് 2 കുട്ടികളിൽ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ പൂർത്തിയായി. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആലിന്റെ ഹൃദയവാൽവും നേത്രപടലങ്ങളും ദാനം ചെയ്തിരുന്നു. ആലിൻ ഷെറിൻ എബ്രഹാം 10 മാസം പ്രായമുള്ള കുഞ്ഞുമാലാഖ ലോകം വിട്ടു പോയെങ്കിലും 5 പേരിൽ പുതുജീവനായി തുടിക്കും. 10 വയസ്സുള്ള കുട്ടിക്കാണ് 2 വൃക്കകളും മാറ്റിവെച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ശസ്ത്രക്രിയ. 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് കരൾ നൽകിയത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ രാവിലെ ശസ്ത്രക്രിയ പൂർത്തിയായി. ഇന്നലെ രാത്രിയോടുകൂടി ആരംഭിച്ച 2 കുട്ടികളുടെയും ശസ്ത്രക്രിയ ഇന്ന് പുലർച്ചെയോടെയാണ് അവസാനിച്ചത്. ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തീകരിച്ചെങ്കിലും കുട്ടികളുടെ ആരോഗ്യസ്ഥിതി കൂടി സംബന്ധിച്ച ശുഭവാർത്തകൾക്കായാണ് കാത്തിരിപ്പ്. 3 മണിക്കൂർ 17 മിനിറ്റ് കൊണ്ടാണ് കൊച്ചിയിൽ നിന്ന് അവയവങ്ങൾ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഇക്കഴിഞ്ഞ 5-ന് MC റോഡിൽ പള്ളത്തുണ്ടായ അപകടത്തിലാണ് ആലിന് ഗുരുതര പരിക്കേറ്റത്. വ്യാഴാഴ്ചയാണ് മസ്തിഷ്ക മരണം സംഭവിച്ച ആലിന്റെ അവയവദാനത്തിന് മാതാപിതാക്കളായ ഷെറിനും അരുണും സന്നദ്ധത അറിയിച്ചത്. 24 തിരുവനന്തപുരം. നാട് നെഞ്ചോട് ചേർത്ത ആലിൻ ഷെറിൻ എബ്രഹാമിന് വിട ചൊല്ലാനൊരുങ്ങി ജന്മനാട്. നാളെ പത്തനംതിട്ട മല്ലപ്പള്ളിക്ക് സമീപം നെടുങ്ങാടപ്പള്ളിയിലെ സെന്റ് തോമസ് CSI പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം. ആലിൻ ഷെറിൻ എബ്രഹാം പിച്ച വെച്ചു തുടങ്ങിയ വീട്ടിൽ കണ്ണീരുണങ്ങുന്നില്ല. ഓർമ്മകളിൽ നിറയെ ചിരിയും കളിയും കുഞ്ഞുകരച്ചിലും. മറ്റുള്ളവർക്ക് പുതുജീവനേകി ലോകത്തോട് വിട പറഞ്ഞ ആലിന് ആദരാഞ്ജലി അർപ്പിക്കാൻ പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ വാലുമണ്ണിൽ വീട്ടിലേക്ക് നിരവധി പേരാണ് എത്തുന്നത്. സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലെങ്കിലും 5 മക്കളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ കഴിഞ്ഞതിലുള്ള ആശ്വാസം കുടുംബത്തിന്റെ വാക്കുകളിൽ. അപ്പം ഞങ്ങളുടെ ഒരു കുട്ടി പോകുമെന്നുള്ള ഉറപ്പായിരുന്നു. അതുപോലുള്ള ആക്സിഡൻറ്റും അതുപോലുള്ള അവസ്ഥയുമായിരുന്നു. 7-8 ദിവസമായിട്ട് ഒരേ കണ്ണുപോലും തുറക്കാതെ കിടക്കുകയായിരുന്നു. അപ്പം ഇപ്പം ഞങ്ങളുടെ ഒരു കുട്ടി പോയാലും ഞങ്ങൾക്ക് 5 കുട്ടികളെ കിട്ടിയെന്നുള്ളതാണ്. കുഞ്ഞു വേർപിരിഞ്ഞതിന്റെ തീരാനോവിനിടയിലും അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറായ ആലിന്റെ മാതാപിതാക്കളുടെ തീരുമാനത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ പ്രശംസിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെ നാളെ നാട് ആലിന് വിട നൽകും. നാളെ വീട്ടിൽ പൊതുദർശനം. വൈകിട്ടോടെ നെടുങ്ങാടപ്പള്ളി സെയിന്റ് മേരീസ് CSI പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.